ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡേ 3 ഇൻ അൽമാട്ടി. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഷിംബുലാക്കാണ്. ഇന്നലത്തെ അടിപൊളി ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നും അടിപൊളി ഡേ ആവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ആക്ച്വലി ഇന്നലത്തേക്കാളും ബ്രൈറ്ററാണ്, സണ്ണി ഡേ ആണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഷിംബുലാക്ക് സ്കീ റിസോർട്ട്. അവിടെ റിസോർട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്കീ ചെയ്യാൻ വരുന്നത് അവിടേക്കാണ്. മറ്റേ എക്യുപ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തന്നെ കണ്ടു കുറേ പേര് സ്കീ ചെയ്യാനുള്ള മറ്റേ എക്യുപ്മെൻറ്റ്സ് ആയിട്ടൊക്കെയാണ് വരുന്നത്. ഇവിടെ കമ്പാരിറ്റീവ്ലി ചീപ്പറാണ്. പിന്നെ ഏറ്റവും ഹയസ്റ്റ് ഉള്ളൊരു മൗണ്ടെയിൻ അവിടെയാണ്. ഞാൻ കൂടുതൽ നോക്കിയിട്ട് പറയാം. അവിടെ നിന്നാണ് സ്കീ ചെയ്യുന്നത്. കൂടുതലും കുട്ടികളും. ഞങ്ങൾ ഇന്നലെ മറ്റേ വ്ളോഗിൽ കണ്ട പോലെ ഇന്നലെ കുറേ അമ്മൂമ്മമാർ അവരുടെ മറ്റെന്താണ് ഗ്രൂപ്പ്, അവർ ഗ്രൂപ്പിൽ ഒന്നിച്ചത് ചെയ്യാൻ പ്രാക്ടീസൊക്കെ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഏജ് ലിമിറ്റൊന്നുമില്ല. ഇത് അപ് ടു നമ്മുടെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഇന്നലെ സ്നോഫോൾ ചെയ്തിട്ടില്ല, ഇന്നും സ്നോഫോൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇന്ന് കമ്പാരിറ്റീവ്ലി തണുപ്പ് കുറവാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഷിംബുലാക്കിക്ക് പോണ പരിപാടി നോക്കാം. ഓക്കെ. നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു. നമ്മൾ കാറ് കയറിയപ്പോൾ നല്ല ചൂടായിരുന്നു. കാരണം അവിടെ ഉള്ളവർക്ക് ഇതൊക്കെ ഒരു തണുപ്പുള്ളത് കാരണം അവർ ടെമ്പറേച്ചർ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ സ്വെറ്ററും മറ്റേ എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ശ്വാസം മുട്ടായിരുന്നു. പിന്നെ ഫൈനലി ആ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ ഗ്ലാസ് തുറന്നിട്ടോളാം പറഞ്ഞു. കാരണം അവർ ടെമ്പറേച്ചർ മാറ്റുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഗ്ലാസ് തുറത്തിട്ടിട്ടാണ് നമ്മൾ പിന്നെ ഫുള്ള് പോകണ്ടായിരുന്നത്. നമ്മുടെ അൽമാട്ടി സിറ്റിയിൽ നിന്ന് ഷിംബുലാക്കിക്ക് ഓൾമോസ്റ്റ് ഒരു 30 minutes 25 minutes അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾക്ക് ബസ്സുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ യാൻഡെക്സിൽ പോവാം. നമ്മൾ കുറച്ചുകൂടി പെട്ടെന്ന് എത്താനും അതിനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് യാൻഡെക്സാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് കമ്പാരിറ്റീവ്ലി ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ ഊബർ വെച്ച് നോക്കുമ്പോൾ അവിടെ ഭയങ്കര ചീപ്പായിരുന്നു. അപ്പോൾ നമുക്ക് വേഗം എത്താനും പറ്റി. Короче, все в интернете вижу, да, брехня. Вот только так. Сейчас так надышим. നമ്മൾ ഫസ്റ്റ് സ്പോട്ടിലേക്ക് പോകുന്നതിന് മുന്നുള്ള ഗണ്ടോളയിൽ ഇപ്പം നമ്മൾ പോയത് ഒരു വീക്ക് ഡേ ആയത് കാരണം തിരക്ക് കുറവായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങനെ കയറാം. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു 3 അല്ലെങ്കിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രസമായിരുന്നു. കാരണം അതിലത്തെ ഒരാളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ, അവർ 3 പേര് ഫ്രണ്ട്സാണ്. അവരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ റഷ്യയിൽ നിന്ന്, ഒരാൾ കസാക്കിസ്ഥാനിലുള്ള ഒരാൾ വേറെ ഒരു സ്ഥലത്തു നിന്നും കൂടി വന്നതാണ്. എന്നിട്ട് പറയണ്ടായിരുന്നു എൻ്റെ 60th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ വരിക എന്നുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു നല്ല രസമാണ്. അപ്പോൾ നമ്മൾ വിഷൊക്കെ ചെയ്ത് നല്ല രസമാണ്. കാരണം ഇവിടുന്ന് ആ ഫസ്റ്റ് സ്പോട്ടിലേക്ക് നമുക്ക് ഉണ്ടായിരുന്നു ഒരു 15-20 minutes ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ആ ഒരു നല്ല രസം കണ്ടിട്ടൊക്കെ പോകുമ്പോഴേക്കും എത്തുന്ന അറിയുന്നില്ലായിരുന്നില്ല. നമ്മളങ്ങനെ ഷിംബുലാക്ക് സ്കീ റിസോർട്ടിലെത്തി. അടിപൊളി സൂപ്പർ എക്സ്പീരിയൻസ്. നമ്മൾ വല്ല ഫെയറി വണ്ടർലാൻഡൊക്കെ എത്തിയ പോലെ നല്ല രസമുണ്ട്. പറഞ്ഞാൽ നല്ല രസമുണ്ട്. ഇവിടെ ആക്ച്വലി 3 ഗണ്ടോള ഉണ്ട്. ഒരെണ്ണം ഓപ്പൺ, പിന്നെ ഒരെണ്ണം ഓപ്പൺ ക്ലോസ്, പിന്നെ ഒരെണ്ണം അതിൻ്റെ മുകളിലേക്കുള്ളത്. ഇത് സീ ലെവൽ 3200 മീറ്റർ എബോവ് ആണ് ഇതുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞത് ഇപ്പോൾ സെക്കൻഡിലത്തെയാണ് പോണത്. പ്രൈസ് വരുന്നത് ചീപ്പാണ് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ. അതായത് ഇതിന് വേർത്താണ്. ഇത് വരുന്നത് ഇപ്പോൾ 2 പേർക്കും കൂടി 20,000 ടെങ്കി അല്ലേ?
അത് ഓൾമോസ്റ്റ് എത്ര വരും അപ്പോൾ 180-150 ദറംസാണ് വരുന്നത്. പക്ഷെ ഇത് ആക്ച്വലി വർത്താണ്, കാരണം അത്രയും അവർ മെയിൻറ്റെയിനും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് വിചാരിക്കണമല്ല, നല്ല ലെങ്ത് ഉണ്ട്. നമ്മളിപ്പോൾ ഹൈറ്റിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നത് ക്ലോസ്ഡ് ആയിരുന്നു, അതിന് ക്ലോസ്ഡ് മാത്രമേ ഓപ്ഷനുള്ളൂ. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ലെവലിലേക്ക് പോകുന്നത് 2 ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ക്ലോസ്ഡും ഒന്ന് ഓപ്പണും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഓപ്പൺ കണ്ടോലയിലാണ്. ഹായ്. അപ്പോൾ ഇതിങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് താഴെ കാണാനുണ്ടോ? നമ്മളിങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് മറ്റേ സ്കീ ഒക്കെ ചെയ്യാനുള്ളത്. അത് അടിപൊളിയായിട്ട്, അതിന് ഇവിടെ എക്സ്ട്രാ ചാർജ് ഉണ്ട്. എല്ലാവരും ഇവിടെ സ്കീ എക്യുപ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ എക്സ്ട്രാ കോസ്റ്റ്. അതിന് ഇവിടെ കുറച്ച് കോസ്റ്റ്ലിയാണ്, കാരണം ഇവിടെ അത് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ട്. സ്കീ സ്കൂളാണ്. അപ്പോൾ പക്ഷെ അടിപൊളി. ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ആരെങ്കിലും ഷിംബുലാക്ക് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഓപ്പൺ ഗണ്ടോലയിൽ ഇരിക്കണം. കുറച്ച് ഹൈറ്റ് പേടിയുള്ളവർക്ക് അത്ര സീനൊന്നുമില്ല. എനിക്ക് പേടിയൊക്കെയാണ്, പക്ഷേ ഇത് അത്ര സീനൊന്നുമില്ല. നല്ല രസമുണ്ട്. നമുക്ക് ഇങ്ങനെ തണുത്ത കറി. ഇന്ന് ആക്ച്വലി ഒരു സണ്ണി ഡേ ആണ് പറഞ്ഞ പോലെ, പക്ഷേ നല്ല ടെമ്പറേച്ചർ. ഇന്നിപ്പോൾ എത്ര ടെമ്പറേച്ചർ? -7-6 ഒക്കെയാണ് ഉള്ളത്. പക്ഷെ നല്ല, ഇപ്പോൾ ആക്ച്വലി ഇവിടെ 12 മണിയാണ്. നല്ല രസമുണ്ട്. കാരണം ഓപ്പണിലിരിക്കണം, നല്ല കറക്റ്റ് കാറ്റ്. ഇന്ന് അത്ര ചൂടുള്ള കാരണമായിരിക്കും, ഭയങ്കര തണുപ്പില്ല. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ പോയിട്ട് നമ്മൾക്ക് വീണ്ടും അവിടെ സ്കീ ചെയ്യണം. ഇനി ഒരു ഗണ്ടോലയും കൂടി ഉണ്ട്. നല്ല രസമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ബാക്കിലോട്ട് നോക്കുമ്പോൾ കുറച്ച് പേടിയുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം എന്താ, നമുക്ക് ഫ്രണ്ടിലോട്ട് നോക്കിയിരിക്കാം. ഇവിടെ സ്കീ ചെയ്യാൻ വരുന്നവരുടെയൊക്കെ അത് അടിപൊളിയാട്ടോ. കാരണം അത്ര ഹൈറ്റിൽ നിന്ന് നമ്മളിപ്പോൾ ഇത്രയും കയറിയതൊക്കെ അവരിങ്ങനെ ഇറങ്ങിപ്പോവും. അവിടെ അതാണ് സ്കീ എക്യുപ്മെൻസിന് ഇവിടുന്ന് റെൻ്റ് എടുക്കുകയാണെങ്കിൽ നല്ല റേറ്റാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ പറഞ്ഞില്ല, എയർപോർട്ടിൽ നിന്ന് ആൾക്കാർ ഇതായിട്ടാണ് ഇവിടെ വരുന്നത്. നല്ല രസമുണ്ട് അവർ സ്കീ ചെയ്യുന്നത് കാണാൻ. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പ് എത്തി 3200 മീറ്റർ അബോവ് സീ ലെവൽ. ഇവിടെ തണുപ്പ് കൂടുതലാണ്, നമുക്ക് ബ്രീത്ത് ചെയ്യുമ്പോൾ കുറച്ച് ഇഷ്യൂണ്ട്. പക്ഷെ നല്ല ബ്രീത്ത് ചെയ്യുമ്പോൾ നല്ല സുഖമുണ്ട് അറ്റ് ദ സെയിം ടൈം. ഇവിടെ ഫുള്ള് സ്കീ പഠിക്കണവർ അങ്ങനത്തെയാണ്, ഫുള്ള് അതിന് വേണ്ടിയിട്ടുള്ളവർ മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. പിന്നെ അതേപോലെ ഇവിടെ ഒരു റിസോർട്ടുണ്ട്, അവിടെ സ്റ്റേ ചെയ്യണവർ. നമ്മൾ വിചാരിക്കും നമ്മൾ ക്ഷീണിക്കില്ലാന്ന്, പക്ഷേ ഇതൊരു സ്ലോപ്പാണ്. അപ്പോൾ അത് തന്നെ നല്ലത്. അതായത് നമ്മൾ നന്നായിട്ട് നടക്കുമ്പോൾ കിതയ്ക്കുന്നുണ്ട്. തണുപ്പുള്ളതാണ് നമ്മൾ വേർക്കാത്ത. ബട്ട് ഇറ്റ്സ് ടു ഗുഡ്. ടെമ്പറേച്ചർ പിന്നെ കുറയാൻ തുടങ്ങി. നമ്മൾക്കപ്പോൾ അങ്ങനെ ബ്രീത്ത് ചെയ്യാൻ ഇഷ്യൂ ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വേഗം തിരിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ആവശ്യത്തിന് പിക്ചറും ഒക്കെ എടുത്തു. പക്ഷേ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കാരണം നമ്മൾ ചൂസ് ചെയ്ത ഡേ എന്തായാലും അടിപൊളിയായിരുന്നു. കാരണം നമുക്ക് വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇതേപോലെ താഴെ കാണുന്ന ആൾക്കാർ പോകുന്നുണ്ടല്ലേ, അവർ ആ കയറ്റമൊക്കെ ഇറങ്ങും. അപ്പോൾ അത് ശരിക്കും റിയലി പ്രൊഫഷണൽ പഠിക്കാൻ വരുന്നവരും ഒക്കെ ചെയ്യുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമുക്ക് നല്ല വിശന്നു ആ കയറ്റവും ഇതൊക്കെ കയറി നടന്നു വന്നപ്പോഴേക്കും. അപ്പോൾ നമ്മൾ വേഗം അവിടെ തന്നെയുള്ള റെസ്റ്റോറൻറ്റ് പേര് ഞാൻ മറന്നു, പക്ഷേ അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളത് കഴിഞ്ഞിട്ട് വേഗം തിരിച്ച് പോകാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഷിംബുലാക്കിൽ നിന്ന് ഇവിടെ തിരിച്ച് അൽമാട്ടി എത്തി. ഇവിടെ നമ്മൾ ഇന്നലെ മിസ്സായ ഒരു സ്ഥലമുണ്ട്. ഇന്നലെ ഇവിടുത്തെ മാർക്കറ്റ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത് ഗ്രീൻ ബസാർ മാർക്കറ്റ്. ഇന്നലെ കണ്ട പോലെ അല്ല, ഇന്നലെ ആകെ 2 ഷോപ്പ് എങ്ങാണ്ട് തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ അത്ര ടൈമും സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല. അപ്പോൾ ഇന്ന് ഇവിടെ ഫുള്ള് തിരക്കാണ്. ഞാൻ വ്ളോഗ് കാണിച്ചു തരാം. എല്ലാ ടൈപ്പും മറ്റേ നമ്മുടെ യൂഷ്വലി മാർക്കറ്റിലുള്ള പോലെ തന്നെ എല്ലാം നല്ല ചീപ്പ് റേറ്റിലുള്ള ഒക്കെ ഉണ്ട്. കാണിച്ചു തരാം. നമ്മൾക്ക് ഈ മാർക്കറ്റ് അവിടുത്തെ ഉള്ള ആൾക്കാരുടെ ലോക്കൽ മാർക്കറ്റ് പോലെ ഇത് ഒരു ലോക്കൽ മാർക്കറ്റാണ്. ഇവിടെയാണ് നമുക്ക് മീറ്റ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെ എല്ലാം കിട്ടും. പിന്നെ അതേപോലെ ഇപ്പോൾ ആരെങ്കിലും മറ്റേ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, ടൂറിസ്റ്റൊക്കെ വരുന്ന ഒരു സ്പോട്ടും കൂടിയാണ് ഈ ഗ്രീൻ ബസാർ മാർക്കറ്റ്. അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾക്ക് കുറേ അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ ഇതെല്ലാം പഫ്സ് അങ്ങനത്തെ ടൈപ്പൊക്കെ ഫുഡുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ കാണാൻ പോയത് ഹോഴ്സ് മീറ്റ്. കാരണം നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് ചിക്കനും ഫിഷും കാണാൻ പോലെ നമ്മളിതുവരെ ഹോഴ്സിൻ്റെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഹോഴ്സ് മീറ്റ് എന്താ കാണാൻ, എങ്ങനെയാണ് കാണാൻ എന്നൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ പോയിട്ടുണ്ടായിരുന്നത്.
ഇതായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന എയർബിഎൻബി. നമ്മൾ നിന്നിട്ടുണ്ടായിരുന്ന നല്ലൊരു ലൊക്കേഷനായിരുന്നു. ആൻഡ് എയർബിഎൻബി അടിപൊളിയായിരുന്നു. നല്ല നമുക്കെല്ലാം അടുത്തടുത്ത് തന്നെ എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ലൊക്കേഷൻ ഭയങ്കര അടിപൊളി ലൊക്കേഷനുമായിരുന്നു. ചീപ്പുമായിരുന്നു കമ്പാരിറ്റീവ്ലിയൊക്കെ നോക്കുമ്പോൾ. ആൻഡ് ഓക്കെ, ഓൾമോസ്റ്റ് ഒരു നല്ല എയർബിഎൻബി ആയിരുന്നു. നമുക്ക് ഇവിടെ കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവരെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല അടിപൊളി ഒരു ക്യൂട്ട് നല്ല അടിപൊളി ഒരു എയർബിഎൻബി ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ അൽമാട്ടി. നമ്മൾ ഷിംലാക്കിലൊക്കെ പോയി, ഗ്രീൻ ബസാറിൽ പോയി. നമ്മൾ ഡ്രസ്സൊക്കെ കുറച്ച് പാക്ക് ചെയ്തു. കാരണം നമുക്ക് നാളെ രാവിലെ 6 മണിക്ക് ഇറങ്ങണം, 9 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ചൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. കാരണം ഇവിടെ കടകളൊക്കെ നടത്തടയ്ക്കും. അപ്പോൾ ഫുഡ് വേഗം കഴിച്ചിട്ട് വരാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് നമ്മുടെ എയർബിഎൻബിൻ്റെ അടുത്ത് തന്നെ ഒരു നല്ല ഒരു ഇറ്റാലിയൻ പാസ്ത, പിസ്സ അങ്ങനത്തെ ഒക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അധികം ഇതൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഞാൻ ഈ മാത്രമേ ഇട്ടിട്ടുള്ളൂ. തണുപ്പ് കുറവാണ് കമ്പാരിറ്റീവ്ലി. നമ്മൾ വന്ന ദിവസത്തേക്കാളൊക്കെ വെച്ച് നോക്കുമ്പോൾ തണുപ്പ് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബാക്കി പറയാം. നമ്മൾ പോകുന്നത് ബെല്ല ചാവ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചില്ല അതിൻ്റെ അല്ലേ കുറച്ച് നല്ല അടിപൊളി സ്ഥലത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന്. റിവ്യൂസൊക്കെ നോക്കി കുഴപ്പമില്ലാത്ത റിവ്യൂ ഒക്കെ കണ്ടു. അപ്പോൾ നമ്മൾക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മളൊരു അടിപൊളി പിസ്സയൊക്കെ കഴിച്ച് നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ അൽമാട്ടി എൻജോയ് ചെയ്യാണ്. ശരിക്കും ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. കുറേ അടിപൊളി മെമ്മറീസ്, കുറേ അടിപൊളി സ്ഥലങ്ങൾ കണ്ടു. ആരെങ്കിലും പോകാൻ നോക്കുന്നുണ്ടെങ്കിൽ സമ്മറും എക്സ്പീരിയൻസ് ചെയ്യൂ. ഞങ്ങൾ വിൻ്റർ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാരണമാണ് നമ്മൾ വിൻ്റർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.